രണ്ട് പിഞ്ചു കുട്ടികൾ, ദളിത് വിഭാഗത്തിൽപ്പെട്ട രണ്ട് പിഞ്ചു കുട്ടികൾ തൂക്കിൽ തൂങ്ങി മരിച്ചു. അതെന്തുകൊണ്ട് റാപ്പർ വേടൻ പറയുന്നില്ല? മധുവിനെക്കുറിച്ച് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടല്ല പാടേണ്ടിയിരുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് ഉറക്കെ പാടിയപ്പോൾ മധുവിനെക്കുറിച്ച് പതുക്കെ പാടി. എൻ്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചാൽ ഞാൻ പ്രതികരിക്കും. റാപ്പർ വേടനെതിരെ ഇപ്പോൾ NIAക്ക് പരാതി നൽകിയിരിക്കുകയാണ് പാലക്കാട് നഗരസഭയിലെ BJPയുടെ കൗൺസിലറായിട്ടുള്ള മിനി കൃഷ്ണകുമാർ. 5 വർഷം മുമ്പ് വേടൻ പാടി സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം നിരവധി തവണ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പാട്ടിൻ്റെ ആ വീഡിയോ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി ഉയർന്നിരിക്കുന്നത്. എന്താണ് 5 വർഷത്തിന് ശേഷം ഇത്തരത്തിൽ ഇപ്പോൾ ആ പാട്ടിൻ്റെ വരികളെടുത്ത് ഒരു പരാതി നൽകാൻ? 5 വർഷം മുമ്പ് ഇത് അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ അത് ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ആയിട്ട് ചെയ്തു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ അദ്ദേഹത്തിനെ കപടദേശവാദിയെന്നും ഊരു ചുറ്റുന്നവനും വാളെടുത്തവൻ്റെ കയ്യിൽ രാജ്യമെന്നും എല്ലാം പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും നമ്മുടെ രാജ്യത്തിൻ്റെ ക്രെഡിബിലിറ്റിയെയും നമ്മുടെ രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റിയെയും നമ്മുടെ പടത്തനവൻ്റെ ഐഡൻറ്റിറ്റിയെയും എല്ലാം ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ ഒരു കലാകാരൻ അത് ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ മാസ് ഓഡിയൻസിനെയും അത് കാണുന്ന ആളുകളെയെല്ലാം മോശമായിട്ട് സ്വാധീനിക്കുന്നത്. അയാളുടെ രാഷ്ട്രീയമല്ലേ അയാൾ കൃത്യമായി ആ പാട്ടിലൂടെ വ്യക്തമാക്കും. അത് രാഷ്ട്രീയത്തിൻ്റെ വിഷയമല്ല ഇവിടെ. അതായത് ഒരു രാഷ്ട്രീയത്തിലൊക്കെ അപ്പുറത്ത് രാഷ്ട്രം എന്നുള്ളൊരു വിഷയമുണ്ട്, ആ രാഷ്ട്രത്തിലെ സമാജം എന്നുള്ള വിഷയമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കെട്ടുറപ്പാണ്, ഒരു സോഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം മോശമായിട്ട് ചിത്രീകരിക്കുന്നത്, ഇതിൻ്റെ എല്ലാം കെട്ടുറപ്പുകൾ തകർക്കുന്ന രീതിയിലുള്ള ചില സന്ദേശങ്ങൾ അത് നമ്മുടെ എല്ലാ ജനങ്ങളുടെയും മനസ്സിനെ ഇൻറ്റേർണലായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് ഒരു സംശയത്തിൻ്റെ ദൃഷ്ടിയിലേക്ക് ജാതീയ അടിമത്തം എന്നേ അംബേദ്കറൊക്കെ നിർത്തിയതാണ്. അതിപ്പോൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അടിമത്തം എന്ന കാര്യത്തിനെ ഒരു പ്രസക്തിയില്ല. ഇന്ന് സബ്കാ സാത്ത് സബ്കാ വികാസാണ്. എല്ലാവരോടുമൊപ്പം എല്ലാ ജാതിയിലുള്ള ആളുകൾക്കും റിസർവേഷൻ നൽകി അദ്ദേഹത്തെ പരിഗണന കൊടുത്തുകൊണ്ടുള്ള എല്ലാ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. വികസിത ഇന്ത്യയാണ് ഇന്ന് നമുക്ക് കാണുന്നത്. ഇതിൽ അടിമത്തം എവിടെയാണുള്ളത്? അടിമത്തത്തിൻ്റെ ഒരു കാര്യമില്ല. ഇത് ഇന്ന് പുതിയ തലമുറയിലേക്ക് ഇത് ഇഞ്ചക്ട് ചെയ്യുന്നത്. അടിമത്തം ഉണ്ടായിരുന്നു എന്നൊരു കാര്യം പുതിയ തലമുറയ്ക്ക് ഓർമ്മപ്പെടുത്തുകയല്ല ശരിക്കും വേടൻ്റെ വരികൾ. അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കണം. അതിപ്പോൾ അടിമത്തത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുള്ളതല്ലേ. നമ്മൾ അംബേദ്കറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അടിമത്തത്തെക്കുറിച്ച് പഠിക്കില്ലേ? ഏത് കുട്ടിക്കാണ് ഇന്ന് അടിമത്തത്തെക്കുറിച്ച് അടിമത്തം ഉണ്ടായിരുന്നു, വ്യവസ്ഥിതി ഉണ്ടായിരുന്നു എന്നുള്ള നിലയിൽ അറിയാത്തത്? അതൊക്കെ ഈ പുതിയ ആധുനിക കാലഘട്ടത്തിൽ ഇതെല്ലാം സ്പ്രെഡ് ചെയ്ത് വിടുന്നത് ഒരു സോഷ്യൽ യൂണിറ്റിയെ തന്നെ ബാധിക്കുന്ന കാര്യം. ദളിത് രാഷ്ട്രീയം വരികളിലൂടെ പറയുന്ന ഒരു റാപ്പറാണ് വേടൻ. അപ്പോൾ വേടൻ ആ ദളിത് രാഷ്ട്രീയം പറയുമ്പോൾ ഇതെല്ലാം പറഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം കൂടിയില്ലേ? അതെ, ദളിത് രാഷ്ട്രീയം അല്ലെങ്കിൽ ദളിതന്മാരുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. നമ്മുടെ പാലക്കാട് തന്നെ 2 പിഞ്ചു കുട്ടികൾ, ദളിത് വിഭാഗത്തിൽപ്പെട്ട 2 പിഞ്ചു കുട്ടികൾ തൂക്കിൽ തൂങ്ങി മരിച്ചു. അതെന്തുകൊണ്ട് റാപ്പർ വേടൻ പറയുന്നില്ല? തിരുവനന്തപുരത്ത് ബിന്ദു എന്ന സ്ത്രീ, അതും ഒരു ദളിത് സ്ത്രീയാണ്. ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് വളരെ വിഷമകരമായിട്ടുള്ള സന്ധികളിലൂടെ കടന്നു പോയിരുന്നു. അതെന്തുകൊണ്ട് റാപ്പർ വേടൻ പറയാത്തത്? അട്ടപ്പാടിയിൽ വിശന്നു വലഞ്ഞ് മധുവിൻ്റെ കാര്യങ്ങൾ ഇതേ പാട്ടിൽ പറയുന്നുണ്ട്. ഇപ്പോൾ മോദിയെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിട്ടില്ല. ഇതേ പാട്ടിൽ തന്നെ വേടൻ പറയുന്നുണ്ട്, കാട് കട്ടവൻ്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കുന്നു പറഞ്ഞാൽ മധുവിൻ്റെ കാര്യം കൃത്യമായി തന്നെ വേടൻ പറഞ്ഞു. മധുവിൻ്റെ പേരെടുത്ത് പറയണം. മധുവിൻ്റെ കാട് കട്ടവൻ്റെ നാട്ടിൽ എന്നല്ല പറയണ്ടേ. മധു എന്തിനാണ് മരിച്ചത്? ആ മധുവിനൊരു മോചനം. ആ മധുവിനെ പോലെ നിരവധി മധുമാരുണ്ട്. ആ മധുമാരുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് റാപ്പർ വേടൻ. മധുവിൻ്റെ കാര്യം കൃത്യമായി തന്നെ ഇത്തരം പാട്ടുകളിലൂടെ വേടൻ പറഞ്ഞു പോകുന്നുണ്ടല്ലോ. പക്ഷെ അതൊന്നും പുറത്തു വന്നില്ലല്ലോ. ഇതേ പാട്ടിലുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന 2020 വന്നിട്ടുള്ള അതേ പാട്ടിനകത്തുള്ള വരിയാണ് ഈ കാട് കട്ടവൻ്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കുമെന്ന് പറയുന്ന മധുവിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ. കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്തിട്ട് വേടൻ പാടേണ്ടിയിരുന്നു മധുവിനെക്കുറിച്ച് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടല്ല പാടേണ്ടിയിരുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് ഉറക്കെ പാടിയപ്പോൾ മധുവിനെക്കുറിച്ച് പതുക്കെ പാടി. അതെന്തിനാണ് മധുവിനെക്കുറിച്ച് പതുക്കെ പാടിയത്? മധുവിനെക്കുറിച്ച് കുറച്ചുകൂടി ഉറക്കെ പാടണം. അതുപോലെ തന്നെ ഈ മരിച്ച 2 ചെറിയ പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾക്ക് നീതി കിട്ടാനായിട്ട് കുറച്ചുകൂടി ഉറക്കെ പാടണം. അതൊക്കെയാണ് റാപ്പർ വേടൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു സമാജത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങളും വരികളുമെല്ലാം ആവിഷ്കരിച്ചുകൊണ്ട് ഒരു സമാജത്തെ തമ്മിൽ അടുപ്പിക്കുകയല്ല ചെയ്യേണ്ടത്.
അതായത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്ന് വേടനെതിരെ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു. വേടൻ ഒരു കഞ്ചാവ് ഓളിയാണെന്ന രീതിക്കുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്നു. അതിൻ്റെ എല്ലാം ഒരു തുടർച്ചയായി ശരിക്കും ഇതിനെ കണ്ടുകൂടെ? ഈ 5 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു പാട്ടിലെ വരികളെടുത്ത് ഇപ്പോൾ NIAക്ക് പരാതി നൽകുന്ന ഈ ഒരു സാഹചര്യത്തിൽ സോറി ടു സേ, പാലക്കാട് നഗരസഭയുടെ ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് നൈറ്റ് സംഘടിപ്പിച്ചപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ. അതിനുശേഷം അവിടുത്തെ ബെഞ്ചുകൾ തകർത്തപ്പോൾ ഞങ്ങൾ അവിടെ പോയി നോക്കി. ഞങ്ങൾ നഗരസഭയുടെ കൗൺസിലർമാർ അവിടെ പോയി നോക്കി. അവിടെ പോയപ്പോൾ തകർന്നു കിടക്കുന്ന ബെഞ്ചുകളാണ് കണ്ടത്. അതോടൊപ്പം തന്നെ നിരവധി ആളുകളെ മദ്യക്കുപ്പികളും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് വരെ നടത്തുന്ന ആളുകൾ പൂർണ്ണമായിട്ട് ലക്ക് കെട്ട നിലയിലായിരുന്നു. അത് വേടൻ്റെ തെറ്റല്ലല്ലോ, അത് പരിപാടിക്ക് വരുന്ന ആളുകളുടെ മനോഭാവം അവരുടെ സ്വഭാവം അതെല്ലാം വേറെ. പക്ഷെ വേടനെ അതിന് കമ്പയർ ചെയ്ത് പറയുന്നത് ശരിയാണോ? അല്ല, മ്യൂസിക് നൈറ്റ് എന്ന് പറയുമ്പോൾ നടത്തേണ്ട സംഘാടകർ, പ്രത്യേകിച്ച് സർക്കാരാണ് നടത്തിയെങ്കിലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? ഞാൻ ചോദിച്ചത് ഈ സംഘപരിവാർ തുടർച്ചയായിട്ട് വേടനെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു, അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ ഈ പരാതിയും കണ്ടുകൂടെ എന്നാണ് ചോദിക്കുന്നത്. സംഘപരിവാർ നടത്തുന്നതല്ലോ. ഞാനൊരു ഇന്ത്യൻ സിറ്റിസണാണ്. എൻ്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചാൽ ഞാൻ പ്രതികരിക്കും. ഞാൻ അതിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കണമെന്ന് രഹസ്യാന്വേഷണ ഏജൻസിയോട് ആവശ്യപ്പെടേണ്ടത് എൻ്റെ കടമയാണ്. അത് ഞാൻ ചെയ്തു. ഈ രാജ്യത്തെ ജനങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യത്തെ വേടൻ എങ്ങനെയാണ് അത് ഇല്ലാതാക്കുന്നതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അതായത് ഒരു സമൂഹത്തിൻ്റെ അതിനകത്ത് അടിമത്ത വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്, തമ്പുരാൻ എന്നുള്ള വിശേഷങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെന്താണെന്ന് പറഞ്ഞു തരണം, എന്നാൽ വ്യക്തമായി പറയട്ടെ. അല്ല, ആ പാട്ടുകൾ, ആ വരികളെല്ലാം കൃത്യമായി വ്യക്തമായിട്ട് ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ ശരിക്കും. അത് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞത്. അതിലെന്താണ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളുടെ ആവശ്യകത എന്താണ്? അല്ലെങ്കിൽ ഇത് ശരിക്കും ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് പോലീസിൽ ഒരു പരാതി നൽകുക എന്നുള്ളത്. പക്ഷേ പോലീസിൽ പരാതി നൽകാതെ നേരിട്ട് NIAക്ക് നൽകുന്നത് അതിലെന്തെങ്കിലും ഒരു ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ? അത് പോലീസല്ല ഇത് അന്വേഷിക്കേണ്ടത്, രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇത് അന്വേഷിക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കൊടുത്തു. അതിലെന്തെങ്കിലും കാര്യമുണ്ട്, ഒരു സമൂഹത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന കാര്യമായത് കാരണം അത് അവർ തന്നെ അന്വേഷിക്കട്ടെ, അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇതാണ് മിനി കൃഷ്ണകുമാറിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത്. വേടൻ പ്രധാനമന്ത്രിയെ വാക്കുകളിലൂടെ വരികളിലൂടെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ NIAക്കും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിക്കും മിനി കൃഷ്ണകുമാർ ഒരു പരാതി നൽകിയിരിക്കുന്നത്. പല കാര്യങ്ങൾ, അതായത് വാളയാർ പെൺകുട്ടികളുടെ വിഷയം, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ബിന്ദുവിൻ്റെ വിഷയമെല്ലാം അത് വരികളിലൂടെ പാടാത്ത വേടൻ പ്രധാനമന്ത്രിയെ വാക്കുകളിലൂടെ അധിക്ഷേപിച്ചു എന്നാണ് മിനി കൃഷ്ണകുമാർ പറയുന്നത്. ഏതായാലും ഈ പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് NIAക്കും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രിക്കുമാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.